ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. യുവതിയെ നഗ്നയാക്കി ചിത്രം പകർത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺസുഹൃത്ത് അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരനും മറ്റു 2 യുവാക്കളും ചേർന്ന് ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചാണ് വിവസ്ത്രയാക്കി ചിത്രം പകർത്തിയത്. സുഹൃത്തായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കൊപ്പം ആഹാരം കഴിക്കാൻ എത്തിയതായിരുന്നു യുവതി. പിന്നീട് ഈ ആൺകുട്ടിയുടെ 2 സുഹൃത്തുക്കൾ കൂടി ഇവർക്കൊപ്പം എത്തി. തുടർന്ന് 4 പേര് കുന്നമംഗലം ഭാഗത്തുള്ള വീട്ടിലെത്തുകയും ഇവിടെ വെച്ചാണ് തന്നെ നഗ്നയാക്കി ചിത്രങ്ങൾ പകർത്തിയതെന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. എന്നാൽ യുവതി ഉൾപ്പെടെയുള്ള സംഘം ലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. യുവതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തതയുണ്ടാകൂ എന്നും പോലീസ് പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ പരാമർശിക്കുന്ന മറ്റ് 2 പേർ ഒളിവിലാണ്. പിടികൂടിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ഉപ്പളയിൽ മകൻ മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. മുഹ്സീൻ എന്ന യുവാവാണ് അമ്മ ഷമീം ബാനുവിനെ കുത്തിയത്. മുഹ്സീൻ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ആക്രമണത്തിൽ ഷമീം ബാനുവിന് മുഖത്ത് പരിക്കേറ്റു. ഷമീം ബാനു നിലവിൽ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. യുവാവിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാനസിക രോഗിയാക്കാൻ ശ്രമമെന്ന് ആരോപിച്ചാണ് മുഹ്സീൻ ആക്രമണം നടത്തിയത്. മദ്യപാനിയായ പിതാവിനെ കോടാലി കൊണ്ട് ആക്രമിച്ച് 15-കാരിയായ മകൾ കൊലപ്പെടുത്തി. അച്ഛൻ മദ്യപിച്ചെത്തുകയും അമ്മയുമായി വഴക്കിടുകയും ചെയ്യുന്നത് പതിവായതോടെയാണ് പെൺകുട്ടി പിതാവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഛത്തീസ്ഗഡിലാണ് സംഭവത്തിൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. കൊലയ്ക്ക് ശേഷം അയൽ വീട്ടിലെത്തിയ പെൺകുട്ടി ആരോ തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റകൃത്യത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായത്. കൊലപാതകം നടന്ന സമയം അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛൻ മദ്യപിച്ചെത്തി മകളുമായി വഴക്കിടുകയും തുടർന്ന് പെൺകുട്ടി കോടാലിയെടുത്ത് ആക്രമിക്കുകയുമായിരുന്നു. അടിയേറ്റ അച്ഛൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പത്തനംതിട്ടയിൽ മുൻ BSF ജവാനെ ഹോം നേഴ്സ് നഗ്നനാക്കി വലിച്ചിഴച്ചു. പത്തനംതിട്ടയിൽ 59-കാരനായ ഹോം നേഴ്സ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ട തട്ടയിലാണ് മുൻ BSF ജവാൻ കൂടിയായ V ശശിധരൻ പിള്ള ക്രൂരമർദ്ദനത്തിനിരയായത്. മർദ്ദനമേറ്റ ശശിധരൻ പിള്ളയെ ഗുരുതരാവസ്ഥയിൽ പരുമല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വിഷ്ണു എന്ന ഹോം നേഴ്സിനെതിരെ കൊടുമൺ പോലീസിൽ പരാതി നൽകി. വീണ് പരിക്കേറ്റ് എന്നാണ് ഇയാൾ ബന്ധുക്കളെ ആദ്യം അറിയിച്ചത്. CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. നഗ്നനാക്കി നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. 5 വർഷമായി അൾഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ പുതുതായി എത്തിയ ഹോം നേഴ്സാണ് ഉപദ്രവിച്ചത്. അടൂരിലുള്ള ഏജൻസി വഴിയാണ് ഹോം നേഴ്സിനെ എടുത്തത്. ബന്ധുക്കൾ തിരുവനന്തപുരം പാറശാലയിലാണ് താമസം. കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയതിന് 11-കാരനെ അച്ഛൻ ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളിച്ചു. കൊല്ലം പത്തനാപുരത്ത് മകനെ ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളലേൽപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ. കാരമൂട് സ്വദേശി ബിൻസുകുമാറാണ് മകനെ ഉപദ്രവിച്ചത്. കുട്ടിയുടെ തുടയിലും കാൽമുട്ടിലും താടിയും സാരമായി പൊള്ളലേറ്റു. 11-കാരനായ മകനിൽ നിന്ന് അമ്മയിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് 17 വയസ്സുള്ള സഹോദരൻ പിടിയിലായി. 13ഉം 12ഉം 9ഉം വയസ്സുള്ള 3 പെൺകുട്ടികളെയാണ് 17-കാരനായ സഹോദരൻ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം സ്കൂൾ അടച്ച ശേഷമുള്ള അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ലൈംഗിക പീഡനം നടന്നത്. കുട്ടികളുടെ അമ്മ ജോലിക്ക് പുറത്തു പോകുമ്പോഴാണ് സംഭവം. ബാലികാ സദനത്തിലെ കൗൺസിലിംഗിൽ മൂത്ത കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അധികൃതർ ശിശുക്ഷേമ സമിതിക്ക് മുമ്പാകെ വിവരം കൈമാറി. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും കേസെടുക്കുകയുമായിരുന്നു. 17-കാരനെ കസ്റ്റഡിയിലെടുത്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി.
സഹോദരിയോട് ലൈംഗികാതിക്രമം കാട്ടിയ സുഹൃത്തിനെ യുവാവ് കൊന്നു കുഴിച്ചുമൂടി. പ്രതിയായ വെങ്കട്ട് സുബ്രഹ്മണ്യത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കട്ടിന്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയോടായിരുന്നു അതിക്രമം. രാമനാഥപുരം വെൺമണി നഗറിലാണ് സംഭവം നടന്നത്. നമ്പുരാജ് എന്ന വെങ്കട്ടിന്റെ സുഹൃത്തായിരുന്നു കൊല്ലപ്പെട്ടത്. മാർച്ച് 30 മുതൽ നമ്പുരാജിനെ കാണാനില്ലായിരുന്നു. അന്വേഷണം പുരോഗമിക്കവെയാണ് മൃതദേഹം കിട്ടിയത്. ചോദ്യം ചെയ്യലിൽ വെങ്കട്ട് കുറ്റമേൽക്കുകയായിരുന്നു.